മലയാളി ട്രക്ക് ഡ്രൈവർ തമിഴ്നാട് കൃഷ്ണഗിരിയിൽ കുത്തേറ്റു മരിച്ചു. നെടുമ്പാശ്ശേരി സ്വദേശി ഏലിയാസാണ് മരിച്ചത്. ഹൈവേ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘമാണ് ഏലിയാസിനെ ആക്രമിച്ചതെന്നാണ് സൂചന. കൃഷ്ണഗിരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. തമിഴ്നാട് കൃഷ്ണഗിരിക്ക് സമീപം ചായ കുടിക്കാനായി ഹോട്ടലിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അജ്ഞാത സംഘം ഏലിയാസിനെ ആക്രമിച്ചത്. നെഞ്ചിൽ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം അക്രമികൾ കടന്നുകളയുകയായിരുന്നു. കൃഷ്ണഗിരി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹൈവേ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘമാണ് ഏലിയാസിനെ ആക്രമിച്ചതെന്ന് സംശയിക്കുന്നതായും ഇവരെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമിച്ചതെന്നും ഇവരെ ഉടൻ പിടികൂടണമെന്നും ഏലിയാസിന്റെ സഹോദരൻ ജേക്കബ് ആവശ്യപ്പെട്ടു. അവിടെ റോബറി സംഘം സജീവമാണ്. പണത്തിന് വേണ്ടിയിട്ടായിരിക്കണം, ആ ഒരു ഉദ്ദേശം തന്നെയായിരിക്കണം. കാരണം വേറെ ഒരു ഉദ്ദേശം കാണുന്നില്ല. ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് അത് കണ്ടെത്തണം. കാരണം ഒരു കുടുംബത്തിന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇനിയിപ്പോൾ ഡിപ്പെൻഡ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും സഹായങ്ങൾ കാര്യങ്ങൾ കിട്ടുക എന്നുള്ള നിയമപരമായിട്ടുള്ള സഹായം. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശിയായ ഏലിയാസ് ചെന്നൈ ആസ്ഥാനമായ സ്വകാര്യ ട്രാൻസ്പോർട്ട് കമ്പനിയിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. ഇതിന്റെ ഭാഗമായി വീട്ടുപകരണങ്ങൾ ഉൾപ്പെട്ട ലോഡുമായി ഏലിയാസ് ട്രക്കുമായി ബംഗളൂരിലേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് ആക്രമണത്തിനിരയായത്. കൈരളി ന്യൂസ്, കൊച്ചി.